ഹാലലിയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്, സാംഡി സാമുവേൽ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഹാലലിയ പത്രത്തിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അദ്ദേഹം ഒരു കോളമിസ്റ്റാണ്. ഇപ്പോൾ അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ അദ്ദേഹം താമസിക്കുന്നു. സാംഡി സാമുവേൽ പത്തനംതിട്ട ജില്ലയിൽ അടൂർ തട്ട സ്വദേശിയാണ്. എനിക്ക് അദ്ദേഹത്തോടുള്ള പരിചയത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രസിദ്ധനായ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അനുഗ്രഹീതനായ ഒരു അൽമായ ലീഡറായിരുന്ന ടി ശാമുവേൽ സാറിൻ്റെ മകനാണ്. ആ നിലയിലാണ് ഞാൻ അദ്ദേഹവുമായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തിന്. നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാം. ദീർഘമായ കാര്യങ്ങൾ, പല വിഷയങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുവാനുണ്ട്. സ്വാഗതം ചെയ്യാം സാംഡി സാമുവേലിനെ. കഴിഞ്ഞ 4 പതിറ്റാണ്ട് അമേരിക്കയിലായിരുന്നു. അതായത് ദീർഘവർഷങ്ങൾ ന്യൂയോർക്കിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അറ്റ്ലാന്റയിലേക്ക് മാറുന്നത്. നാട്ടിലായിരുന്നപ്പോൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പീസിനാക്കിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, എഴുത്തുകളിലൂടെയാണ് നമ്മൾ നേരിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പരിചയം. ഞാൻ എൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ ടി ശാമുവേൽ സാറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിലാദ്യം ഞാൻ ടി ശാമുവേൽ സാറിൻ്റെ വായിക്കുന്ന ശൂലേമി എന്ന് പറയുന്ന നോവലാണ് വായിക്കുന്നത്. അപ്പോൾ ആ നോവല് വളരെ ചെറിയ നോവലാണ്, പക്ഷേ ഇന്നും ഞാനത് മറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ അതിപ്പോഴും ഉണ്ട്. ഉത്തമഗീതവും അടിസ്ഥാനമാക്കി ഉത്തമഗീതത്തിൻ്റെ പ്രമേയം വെച്ച് ഇത്ര മനോഹരമായ ഒരു നോവൽ ഞാൻ വേറെ വായിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഈ ഉത്തമഗീതത്തിൻ്റെ ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഉത്തമഗീതത്തെ വേറൊരു കണ്ണോടെ കാണാനും കുറേ കൂടെ ഡെപ്തിൽ അത് മനസ്സിലാക്കാനും ടി ശാമുവേൽ സാറിൻ്റെ ആ പുസ്തകം കൊണ്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ ടി ശാമുവേൽ സാറിനെ നേരിട്ട് കാണുന്നത് കുമ്പനാട്ടെ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതാണ്. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ അടുക്കുന്നത്, ഞങ്ങൾ ഒന്നിച്ച് കൗൺസിലിൽ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൗൺസിലിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ കൗൺസിലിൽ വന്നതാണ്. 19ാമത്തെ വയസ്സിൽ കൗൺസിൽ മെമ്പറായി. ഇന്നിപ്പോൾ അത് പറ്റത്തില്ല, പ്രായം. അപ്പോൾ അന്ന് കാലത്ത് ഞാനൊരു ചെറിയ പയ്യനായിട്ട് അവിടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അധികായന്മാരായ വ്യക്തികളാണ് ടി ശാമുവേൽ സാറും ജോസഫ് താന്നിക്കലും അതുപോലെ തന്നെ നരീഞ്ചിൽ ജോർജ് ഒട്ടിച്ചാൻ. ഈ 3 പേര് കൗൺസിലിൽ എഴുന്നേൽക്കുന്നത് തന്നെ മറ്റുള്ളവർ ഭീതിയോടെയാണ് കാണുന്നത്. കാരണം അത്രയ്ക്ക് അവർ ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്. അവർ എപ്പോഴും അധികാരത്തിനെതിരാണ്, വെച്ചാൽ നേതൃത്വത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ TS എബ്രഹാമിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് എപ്പോഴും. അപ്പോൾ അവരുടെ ഓരോ വാക്കുകളും കാച്ചി കുറുക്കി സംസാരിക്കുന്നവർ. അതിൽ ഈ ടി ശാമുവേൽ സാറ് അങ്ങനെ ഒരു ക്ഷുഭിതനായൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ആരംഭിച്ച് കൃത്യമായി അക്കമിട്ട് വളരെ ജെന്യുവനായി സംസാരിച്ച് അവിടെയുള്ള അജണ്ടയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. വളരെ പ്രതിഭാധനനായിട്ടുള്ളൊരു. അപ്പം നമ്മൾ വളരെ ഭക്തിയോടെയും, ഭക്തി എന്ന് പറയാനൊക്കത്തില്ല, ഒരു തരം മനോഭാവത്തോടെ കണ്ടിരുന്ന വ്യക്തികളാണ് ഈ 3 പേര് കൗൺസിൽ. അതുകൂടാതെ പിന്നെയുള്ള ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ, നമ്മുടെ ജേക്കബ് സാർ. പക്ഷേ KS ജേക്കബ് സാർ പക്ഷേ കൗൺസിലില്ല. മറ്റേ 3 പേരായിരുന്നു കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, അപ്പം ടി ശാമുവേൽ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് സംസാരിക്കാം. ഒരു മകൻ എന്നുള്ള നിലയിൽ പിതാവിനെ ഒന്ന് വിലയിരുത്തിയാൽ എങ്ങനെ പറയാൻ പറ്റും? എൻ്റെ പിതാവ് പറഞ്ഞതുപോലെ അദ്ദേഹം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തെ പറ്റി പറയാൻ ചിലതുണ്ട്. പിന്നെ സഭ വളരെ ചെറുപ്പം മുതലേ സഭയുടെ പല വിഷയങ്ങളൊക്കെ എന്നോടായിരുന്നു. സ്റ്റാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് PIS പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. പിന്നെ 1947 യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ അവരെല്ലാവരും കൂടെ
കൂടി പാസ്റ്റർ ടി എസ് എബ്രഹാം, ഉമ്മൻ എബ്രഹാം, എൻ്റെ ഫാദറിൻ്റെ കസിൻ 1947. അതെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാണ്ട് അതിന് സ്വാതന്ത്ര്യം കിട്ടിയതാണ്ട് 1-2 ആഴ്ചക്കകമാണ് PIP സ്റ്റാർട്ട് ചെയ്യുന്നത്. TV തോമസ് സാറ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു സംഘടന എന്ന നിലയിൽ നമ്മുടെ ഇപ്പോഴൊക്കെ ICPF എന്നൊക്കെ പറയുന്നത് പോലെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് ആദ്യം അത് വിഭാവനം ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് ഒരു എല്ലാ യുവജനങ്ങളെയും കൂടെ ചേർത്തുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, സഭയിൽ ഇൻവോൾവായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തെപ്പറ്റി പറഞ്ഞാലും അദ്ദേഹം വളരെ നന്നായി, വളരെ ആത്മാർത്ഥമായി ഒരു നല്ല മാതൃകാ അധ്യാപകൻ എന്ന നിലയിൽ, നല്ല നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം. തട്ടയിലാണോ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് അതോ? അല്ല, അടൂരാണ്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സ്കൂളുകളെന്ന് പറഞ്ഞാൽ അടൂരാണ്. എൻ്റെ പിതാവ് പഠിച്ചതും അടൂർ ബോയ്സ് ഹൈസ്കൂളിലാണ്. അദ്ദേഹം ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തതും അടൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് തന്നെയാണ്. അതിനുശേഷം പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ പ്രധാന അധ്യാപകനായി റിട്ടയർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ കത്തോലിക്കരുടെ ഹോളി ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അവർ വന്ന് അദ്ദേഹത്തെ പ്രിൻസിപ്പാളായിട്ട് കുറേ കാലം അവിടെയും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അങ്ങനെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. വളരെ ആത്മാർത്ഥമായി, വളരെ സിസ്റ്റമാറ്റിക്കായി എല്ലാ ദിവസവും കൃത്യമായി സ്കൂളിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം ജോലിയിൽ വളരെ ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഒരു പിതാവ് എന്നുള്ള നിലയിൽ മക്കളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു, അന്നത്തെ രീതി എന്തുമായിരുന്നു? അത് ഞങ്ങൾക്ക് പിതാവും എൻ്റെ മാതാവും ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ അധ്യാപകരെ കണ്ട് മടുത്താണ് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ. അപ്പോൾ അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. അവരെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഇവിടെയും ഞങ്ങൾ 3 ആൺമക്കളാണ്. അവരെയും പഠിപ്പിക്കാൻ പിന്നെ അവർ ബന്ധപ്പെടാറില്ല. ഞങ്ങളോട് പഠിത്തം എങ്ങനെയാണെന്ന് പോലും പഠിത്ത കാര്യങ്ങളിലൊക്കെ പഠിത്തത്തെക്കുറിച്ച് അവരൊരു ബോധേഡല്ലായിരുന്നു ഞങ്ങളുടെ 3 പേരുടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായിരുന്നു. വീട്ടിൽ വന്നാലും കൂടുതൽ സമയം പിതാവ് എഴുതുകയും വായിക്കുകയും പഠനങ്ങളും ബൈബിൾ പഠനങ്ങളും ഒക്കെ ആയിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റും സൗകര്യങ്ങളൊന്നുമില്ല. ഒരു റെഫറൻസ് ബൈബിൾ പോലും ഇല്ലാത്ത കാലത്താണ് ഈ ബൈബിളിൽ നിന്നും വളരെ ആധികാരികമായിട്ടുള്ള ഉപദേശ വിഷയങ്ങൾ അത് തിരഞ്ഞെടുത്ത് പഠിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്തൊക്കെ പല തരത്തിലുള്ള ഉപദേശ വിഷയങ്ങളിൽ ഈവൻ അത് അദ്ദേഹത്തിൻ്റെ വേറെ ഫീൽഡ്. സത്യത്തിൽ ഈ എഴുത്തും വേദശാസ്ത്രപരമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരാളാണ്. അതുപോലെ IPCയിൽ അൽമായരുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയ ആളുകൾ വളരെ കുറവാണ്. അതെ, അന്ന് അത് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഔദ്യോഗിക ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ കണ്ട ഒരു പ്രധാന കാരണം, അദ്ദേഹം AEO ആയിട്ടൊക്കെ ഇരുന്ന കാലത്ത് സ്കൂൾ അധ്യാപകരുടെ നിയമനത്തിന് ഈ മാനേജ്മെൻറ്റ് AEOയുടെ ഇതുണ്ടെങ്കിൽ അവർ AEO വന്ന് കുട്ടികളെ എണ്ണി നോക്കി തല എണ്ണി ഡിവിഷൻ ഉണ്ടാകും. ഒരു ഡിവിഷൻ കൂടുതൽ അനുവദിച്ചാൽ ഒരു അധ്യാപകനെ നിയമിക്കാം. അപ്പോൾ മാനേജ്മെൻറ്റുകാർക്ക് കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു വിഹിതവും ആയിട്ട് വീട്ടിൽ കയറി വന്നവരെ അദ്ദേഹം ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ആ രംഗം ഇങ്ങനെ ഭാവനയിൽ കാണുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അദ്ദേഹം കൈക്കൂലി വാങ്ങുകയില്ല. എവിടെയെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഒരു വാഹനം തന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ DME ഓഫീസിൽ ചെന്നാൽ 10 രൂപ കൊടുത്താൽ സാധിക്കാവുന്ന ഒരു കാര്യം അദ്ദേഹം 10 രൂപ കൊടുക്കുകയില്ല, കൈക്കൂലി കൊടുക്കുകയില്ല. അദ്ദേഹം 4 പ്രാവശ്യം നടന്നാലും അദ്ദേഹം അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പോൾ അത് കണ്ടാണ് ഞങ്ങളും വളർന്നത്. അതുകൊണ്ട് ഈ അഴിമതി അല്ലെങ്കിൽ ഇതിനെയൊക്കെ അദ്ദേഹം സ്വന്തം ജീവിതത്തിലും അദ്ദേഹം എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രസ്ഥാനത്തിലും എന്തെങ്കിലുമൊക്കെ അപാകതകളോ രൂക്ഷമായിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ കൗൺസിൽ TS എബ്രഹാമിനെ പറ്റിയൊക്കെ അദ്ദേഹം വിമർശിച്ചു എന്ന് പറയുമ്പോഴും അവർ തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് ഒരിക്കലും ഒരു ഇത് വന്നിട്ടില്ല. കാരണം അവർ, ഞാൻ പറഞ്ഞതുപോലെ, അവർ കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് മറ്റു പല PYPയിലും ഒന്നിച്ചാണ് പ്രവർത്തിച്ചത്. ഈവൻ കൗൺസിലിലും അദ്ദേഹം, എൻ്റെ പിതാവ് അവിടെ കേരള സ്റ്റേറ്റ് ട്രഷററായിട്ടും ജനറൽ ട്രഷററായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിക്കുമ്പോൾ ഇവർ ഒന്നിച്ചാണ് എക്സിക്യൂട്ടീവ്സിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അന്നെല്ലാം വളരെ
വളരെ അടുത്ത് പ്രവർത്തിക്കുമ്പോഴും എന്തെങ്കിലും നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്നു. അതാണ് അതിനകത്ത് അതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പേഴ്സണലായ വിഷയങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അതുപോലെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ പിതാവിൻ്റെ മാതാവൊക്കെ മരിച്ചപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പിതാവ് മരിച്ചപ്പോൾ തന്നെ ഏറ്റവും ആദ്യം കുമ്മനോട്ടൊന്ന് ഓടി വന്നത് CS എബ്രഹാം മാഷാണ്. അപ്പോൾ അവർ തമ്മിൽ വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നാൽ സഭയുടെ വിഷയങ്ങളിൽ അവർ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെയായിരുന്നു അത് കൗൺസിലിലെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നീട് എൻ്റെ മുമ്പ് പറഞ്ഞതുപോലെ KS ജേക്കബ്, അല്ലെങ്കിൽ ജോസഫ് താനിക്കൽ, നരിഞ്ചിൽ ജോർജ് പാസ്റ്റർ, അദ്ദേഹം അവരെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചു. എല്ലാവരുമായിട്ടും IPCയുടെ ആരംഭകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ധാരാളം ആളുകൾ, അന്നത്തെ അൽമായരായിട്ടുള്ള ധാരാളം പ്രഗത്ഭന്മാരായിട്ടുള്ള നിരവധി പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് അല്ല ഓർഡിനേഷൻ എടുത്ത് പാസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നില്ല. അവരാരും തന്നെ അതിനുവേണ്ടി അവർ ശ്രമിച്ചുമില്ല. അവരെല്ലാവരും അവരുടെ ആ ഒരു നിലവാരത്തിൽ നിൽക്കുകയായിരുന്നു. അതിൽ NC ജോർജ് കുട്ടി, നരീഞ്ചിൽ ജോർജ് കുട്ടിച്ചാൻ മാത്രമേ ഒരു ഓർഡിനേഷൻ വാങ്ങുകയോ അല്ലെങ്കിൽ ആ നിലയിലേക്ക് പോവുകയോ ചെയ്തുള്ളൂ. അതിനകത്ത് രസകരമായ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, പാസ്റ്റർ PM ഫിലിപ്പ് കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ടിരുന്ന സമയത്താണ് എൻ്റെ പിതാവ് റിട്ടയർ ചെയ്തത്. പാസ്റ്റർ PM ഫിലിപ്പ് വീട്ടിൽ വന്ന് വളരെ നിർബന്ധമായിട്ടും ഓർഡിനേഷൻ എടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പിതാവിന് ഓർഡിനേഷൻ തരാം എന്ന് പറഞ്ഞു. അദ്ദേഹം വേണ്ട, എനിക്ക് അത് വേണ്ട എന്ന് വളരെ ശക്തമായിട്ട് നിരസിച്ചു. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു പാസ്റ്റർ പൊസിഷന് വേണ്ടിയോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത്, പ്രസ്ഥാനത്തിൻ്റെ ഒരു നേട്ടം ഉണ്ടായതെന്ന് പറയുന്നത്, ഇവർക്ക് ശക്തമായ നിലപാടുകൾ എടുക്കാൻ സാധിച്ചു. അത് പ്രസ്ഥാനത്തെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിലനിൽക്കാൻ കഴിയും. ഒരു പാർഷായി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പിന്നെ പ്രസ്ബിറ്ററിയുടെ ഒരു പ്രഷർ വരും, സഭയുടെ ഒരു പ്രഷർ വരും, സഭയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ടതായിട്ട് വരും. ഇതാകുമ്പോൾ അവർ സ്വതന്ത്രമായിട്ട് നിലനിന്ന്, അതാണ് ഈവൻ പണ്ട് IPCയിൽ എനിക്ക് ഓർമ്മ വെച്ച കാലത്താണ് IPCയിൽ ഒരു ഭിന്നതയുണ്ടായത്. 62 സഭകളൊക്കെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടെങ്കിലും 65 IPC പ്രോഗ്രസീവ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു അൽമായക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ രണ്ടായിട്ട് നിന്നവരെ യോജിപ്പിക്കാൻ ശ്രമിച്ചത്. അതിന് മുൻകൈ എടുക്കാൻ സാധിച്ചത് ഇവർ അൽമായരായതുകൊണ്ട്, പാസ്റ്റർമാരാണെങ്കിൽ നടക്കുന്നത് PIPയുടെ നേതൃത്വത്തിൽ നിന്നവരാണ് അത് ചെയ്തത്. അപ്പോൾ എന്നാൽ പിന്നീട് PIPക്കും സംഭവിച്ച ഒരപജയം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രസിഡൻറ്റ് ഒരു പാർഷായിരിക്കണം എന്നൊരു രീതി വരികയും ചിന്ത വന്നു. ഇപ്പോൾ PIPA പ്രസ്ഥാനത്തിൻ്റെ ആ പഴയ പ്രഭാവം നഷ്ടപ്പെടുകയും അത് സഭയുടെ ഒരു വാലായിട്ട് മാറുകയും ചെയ്തു. സഭയുടെ വ്യക്തമായ നിലപാടുകളില്ലാത്ത ഒരു രീതിയിലാണ് പോകുന്നത്. മറ്റേ PIPക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിൽ തന്നെ അതിനൊരു വിലയുണ്ടായിരുന്നു. അവർക്ക് ശക്തമായ നിലപാടെടുക്കാൻ സാധിക്കുമായിരുന്നു. അവരതിനകത്ത് നിന്ന് നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. അത് സഭയെ നല്ല നിലയിലേക്ക് നയിക്കാൻ, നേർപ്പാതയിലേക്ക് നയിക്കാൻ വളരെ പ്രയോജനകരമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അമ്മയുടെ നിലപാടുകൾ എങ്ങനെയായിരുന്നു? അവർ തമ്മിലുള്ള അമ്മ എൻ്റെ പിതാവിനെ എല്ലാ തരത്തിലും പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. അതുകൊണ്ടാണ് പിതാവിന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞത്. തന്നെയല്ല, അമ്മ വേദപുസ്തകം വളരെ ആദ്യോടന്തം വായിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് എൻ്റെ പിതാവ് ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ചിലപ്പം പറയും ഇന്ന വാക്യം ഇടാന്ന് ചോദിച്ചാൽ ഉടനെ എൻ്റെ മാതാവാണ് എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെ എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്യും. പിതാവ് ഒരു ലേഖനം എഴുതി കഴിഞ്ഞാൽ അമ്മയെ വായിച്ച് കേൾപ്പിക്കും. അപ്പം ഞങ്ങളും കൂടി അവിടെ പോയിരുന്ന് കേൾക്കും, അത് അയക്കുന്നതിന് മുമ്പ്. അപ്പോൾ അമ്മയും ചിലപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായമോ സംശയമൊക്കെ ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ എഴുതുമ്പോഴും അങ്ങനെയായിരുന്നു. ഓക്കെ. TT ശാമുവൽ സാറിനെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹം കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് എൻ്റെ ഒക്കെ തലമുറയിൽപ്പെട്ട കുറേ ആളുകൾക്ക് വരെ TT ശാമുവൽ സാറിനെയും ഈ ജോസഫ് കുട്ടിച്ചാനെയും ഒക്കെ നല്ല ഓർമ്മയും സജീവമായ ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഈ എത്ര കാലം കഴിഞ്ഞാലും TT ശാമുവൽ സാറിൻ്റെ പുസ്തകങ്ങൾ നിലനിൽക്കുന്ന പുസ്തകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ശൂലേമി തൊട്ടിങ്ങോട്ടുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പുസ്തകമാണെങ്കിലും അതുപോലുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ TT ശാമുവൽ സാറിൻ്റെ പുസ്തകങ്ങൾ വളരെ ആഴത്തിൽ
പഠിച്ച് നന്നായി എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളില്ലാത്തൊരു കാലഘട്ടമാണ്. നമുക്ക് റെഫറൻസിന് ഉള്ള പുസ്തകങ്ങൾ വളരെ കുറവ്, ഇന്നത്തെ പോലത്തെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അന്ന് ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനൊക്കെ സാധിച്ചു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഗുണം മറ്റ് പെന്തക്കോസ്ത് സഭകളെ അപേക്ഷിച്ച് പ്രസിദ്ധീകരണങ്ങൾക്ക്, എഴുത്തിന്, പുസ്തകങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹമായിരുന്നു ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ വളർച്ചയിൽ തന്നെ അതൊരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം പലപ്പോഴും ഈ മറ്റ് പല പ്രസ്ഥാനങ്ങളിലും അങ്ങനെ കാര്യമായ എഴുത്തുകാരൊന്നും ഇല്ലാതിരിക്കുമ്പോൾ IPCയിൽ K. എബ്രഹാം സാറിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഒക്കെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. TG ഉമ്മൻ്റെ പുസ്തകങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്കും പ്രാധാന്യമുണ്ടായിരുന്നു. അൽമായരുടെ കൂട്ടത്തിലേക്ക് വരുമ്പോൾ TT ശാമുവൽ സാർ ആ രംഗത്ത് വളരെ ശക്തമായി ആ ഒരു ഗ്യാപ്പിൽ ചെയ്യാവുന്നത്രയും കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം സാറിൻ്റെ എഴുത്തുകളുടെ ഒരു പിന്തുടർച്ചയാണ് നിങ്ങൾ മക്കൾക്കും കിട്ടിയേക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ജോജി ടി സാമുവൽ മലയാള മനോരമയിൽ ദീർഘവർഷങ്ങൾ സീനിയർ എഡിറ്റേഴ്സിലൊരാളായി പ്രവർത്തിച്ചു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. കോട്ടയത്ത് താമസിക്കുന്നു. അപ്പം സാം ടി സാറിൻ്റെ എഴുത്ത് ഞാൻ ആദ്യം കണ്ടു തുടങ്ങുന്നത് ഫേസ്ബുക്കിലാണ്, അല്ലേ? അവിടുന്നാണ് പിന്നെ നമ്മുടെ പത്രത്തിലേക്കൊക്കെ ആ കോളം ഇത് ചെയ്യുന്നത്. എനിവേ, എഴുത്തിൻ്റെ TT ശാമുവൽ സാറിൻ്റെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒന്ന് പിന്നെ എന്താ പറയാൻ പറ്റുന്നത്? അദ്ദേഹം എഴുത്തുകൾ എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഇങ്ങനെ എഴുത്തുകളും പുസ്തകങ്ങളും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഏത് കടലാസിലും, ചിലപ്പോൾ നിങ്ങൾ അയച്ചു വരുന്ന വലിയ പത്രത്തിൻ്റെ റാപ്പറിൻ്റെ പുറത്തായിരിക്കും എഴുതി കുറിപ്പുകൾ എഴുതും. അങ്ങനെ കിട്ടുന്ന എല്ലാ പേപ്പറിൻ്റെ പുറത്തും അദ്ദേഹം കുറിപ്പുകൾ എഴുതി വെച്ച് അദ്ദേഹം പിന്നെ അത് ലേഖനങ്ങളാക്കി ആരെങ്കിലുമൊക്കെ പലപ്പോഴും മറ്റ് പത്രങ്ങളെല്ലാം ലേഖനങ്ങളെന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഉടനെ തന്നെ ഒരു ലേഖനം എഴുതി അയച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും വേറിട്ട ഒരു ചിന്താഗതി, എല്ലാവരും ചിന്തിക്കുന്ന പോലെ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ഒരു. അതുകൊണ്ടാണ് ശൂലേമി തന്നെ എല്ലാവരും പണ്ടുതൊട്ടേ, എനിക്ക് തോന്നുന്നു സൈമൺ സാർ ഉൾപ്പെടെയുള്ളവർ അതിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ശലോമോൻ രാജാവിനെ ഒരു വില്ലനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇടയ പെൺകുട്ടിയും ഇടയ ചെറുക്കനും തമ്മിലുള്ള സ്നേഹബന്ധത്തിനിടയിൽ കയറി വരുന്ന ഒരു വില്ലനായിട്ടാണ്, കഥാപാത്രമായിട്ടാണ്. എന്നാൽ ശൂലേമിയിൽ അതങ്ങനെയല്ല. ശലോമോൻ രാജാവ് തൻ്റെ ഇടയൻ്റെ വേഷം ധരിച്ച്, ഇടയൻ്റെ വേഷം എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്ത് അവിടെ പോകുമ്പോൾ ഇടയ പെൺകുട്ടിക്ക് ഇത് രാജാവാണെന്ന് അറിയാതെയാണ് അവർ പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നത്. പിന്നീടാണ് അത് അറിയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഹീറോ ആയിട്ടാണ്. അതെ, അത് തന്നെയാണ് ആ ശൂലേമി എന്നുള്ള നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ കഥാതന്തുവിനെ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പലപ്പോഴും ഈ ഉത്തമഗീതം കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തിൽ വരുമ്പോൾ ശലോമോൻ രാജാവിനെ സാത്താനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വില്ലനായിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം അത് കർത്താവിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ ശലോമോനിലും വലിയവനെന്നൊക്കെയുള്ള ആ പ്രസ്താവന വരുമ്പോൾ ശലോമോനെ ഒരു ഹീറോയായിട്ട് തന്നെയാണ്, വ്യത്യസ്തനായിട്ട് തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു. പിന്നെ ഉപദേശപരമായ വിഷയങ്ങളിലാണ് അദ്ദേഹം പരിശുദ്ധാത്മാവ് ഏറ്റവും ശക്തമായ രചനയാണ്. അപ്പോൾ ബ്രദറൻ സഭക്കാർ ആ ഇടയിലേക്ക് എമി ചെറിയാൻ സാറ് പരിശുദ്ധാത്മാവിനെ പറ്റി 10 പ്രസംഗങ്ങൾ എന്നൊരു പുസ്തകം, പിന്നെ വേറെ 1-2 പേര് പിന്നെ അങ്ങ് ചാത്തന്നൂർ ബേബി എന്ന് പറയുന്ന എന്തോ ഒരു K. തോമസ് എന്നോ മറ്റോ അദ്ദേഹവും പരിശുദ്ധാത്മ പെന്തിക്കോസ്തിൻ്റെ ഉപദേശത്തെ ഖണ്ഡിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് ബ്രദറൻ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന 2-3 പുസ്തകങ്ങൾ ആ ഇടയ്ക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ ഇതിനെല്ലാം ഒരു മറുപടി ആരും എഴുതാഞ്ഞപ്പോൾ പെന്തിക്കോസ്തിൽ നിന്ന് ഇദ്ദേഹം, എൻ്റെ പിതാവ്, വളരെ ശക്തമായിട്ട് നമ്മുടെ നിലപാടുകൾ ഉറപ്പിച്ചുകൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കി. അതാണ് തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു പുസ്തകം. അത് 2 പതിപ്പുകൾ ഇറങ്ങി. അതിനുശേഷം പിന്നെ ICPF അത് ഏറ്റെടുത്ത് അവർ ആയിരക്കണക്കിന് കോപ്പികൾ അവർ തയ്യാറാക്കി സ്കൂളുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ
പിതാവിൻ്റെ മറ്റൊരു പുസ്തകം ഒരു അടിസ്ഥാന ഉപദേശങ്ങളെ പറ്റിയുള്ളൊരു പുസ്തകം ICPF തന്നെ അത് ഇറക്കിയിട്ടുണ്ട്. അവരത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കോളേജുകൾ സ്റ്റുഡൻസിനിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ TT ശ്യാമൽ സാറിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ IPC പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സംഭാവന. IPCയുടെ ജനറൽ ട്രഷററായിരുന്നു, സ്റ്റേറ്റ് ട്രഷററായിരുന്നു. ആ നിലയിൽ പ്രവർത്തിച്ചു. ദീർഘകാലം ജനറൽ സ്റ്റേറ്റ് കൗൺസിലുകളിൽ അംഗമായിരുന്നു. സിയോൻ കാഹളത്തിൻ്റെ എഡിറ്ററായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭാവനകൾ ആ രംഗത്തെല്ലാം ഉണ്ട്. അപ്പം അപ്പോൾ തന്നെ ഈ നിലപാടുകളുടെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ നിലപാടും ശക്തമായ നിലപാടും തൻ്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ നിലയിലുള്ള അൽമായ ലീഡേഴ്സ് പിൽക്കാലത്തില്ല എന്നുള്ളതും സഭ ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധികൾക്കൊക്കെ ഒരു കാരണമായി മാറിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എനിവേ, ശ്യാമൽ സാറിൻ്റെ ആയിട്ട് ഞാൻ ഹല്ലേലൂയ തുടങ്ങിയ കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു 96-ലാണെന്ന് തോന്നുന്നു, 1996-ൽ ഞാൻ സാറുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും 50 ചോദ്യങ്ങൾക്ക് സാർ ഉത്തരം തന്ന് ഒരു സീരീസ് ഓഫ് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഹല്ലേലൂയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. TT ശ്യാമൽ സാറ് 50 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു പരമ്പര. അങ്ങനെയൊക്കെ ഒത്തിരി ഓർമ്മകൾ TT ശ്യാമൽ സാറുമായിട്ടുണ്ട്. എനിവേ, നിങ്ങൾ TT ശ്യാമൽ സാറിൻ്റെ ആ എഴുത്തിൻ്റെ ഒരു പാരമ്പര്യം സഭാ നേതൃത്വത്തിലേക്കൊന്നും വന്നില്ലെങ്കിൽ പോലും എഴുത്തിൻ്റെ ഒരു പാരമ്പര്യം മക്കൾ പിന്തുടരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സന്തോഷമുണ്ട്. TT ശ്യാമൽ സാറിനെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഒരു ഓർമ്മ കുറിപ്പായിട്ട് ഇത് പറയാൻ സാധിച്ചു എന്ന് പറയുന്നതും ഓർപ്പിക്കാൻ സാധിക്കുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. എനിവേ, നമുക്ക് ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മനോ, ഇതൊരു ക്ലോസിങ്ങും വേണ്ടേ? സാറിന് എന്തെങ്കിലും കൂടെ പറയാനുണ്ടോ? പറഞ്ഞു. അല്ല, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ ഒരവസരം ഉണ്ടാക്കുകയും എൻ്റെ പിതാവിനെ പറ്റി സ്മരിക്കുവാൻ വേണ്ടി അല്പസമയം ചിലവഴിക്കുകയും ചെയ്യാൻ സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. അതിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു.